ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സർവേ ഫലങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദി നേഷൻ എന്ന സർവേ ഫലം പുറത്തു വന്നു. ഡിസംബർ 15 മുതൽ ജനുവരി 28 വരെ അവർ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അത് BJPക്ക് അനുകൂലമായിരിക്കും എന്നതാണ് സർവേയുടെ പൂർണ്ണരൂപം. അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു സീറ്റ് കൂടി അധികം നേടിക്കൊണ്ട് ഏറ്റവും മികച്ച ഒറ്റകക്ഷിയായി BJP അധികാരത്തിൽ വരും. 300-ൽ പരം സീറ്റുകളായിരിക്കും ഇന്ത്യയും BJPയും കൂടെ ചേർന്ന് നേടുക. അതായത് ഇന്ത്യ സഖ്യം രൂപീകരിച്ചതിന് ശേഷവും കോൺഗ്രസ് ദയനീയമായി തോൽക്കുമെന്ന് സാരം. ഇന്ത്യ സഖ്യത്തിനും BJPയെ പിടിച്ചുകെട്ടാൻ കഴിയില്ല എന്ന് സാരം. എങ്കിലും കോൺഗ്രസ് വളരെ ആത്മവിശ്വാസത്തിലാണ്. സർവേ ഫലങ്ങളെയൊക്കെ തകിടം മറിക്കുന്ന തരത്തിൽ ഇവിടെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് തങ്ങളെ പറ്റി കൃത്യമായ ബോധ്യമുണ്ട്, കോൺഗ്രസിനെ പറ്റി കൃത്യമായ ബോധ്യമുണ്ട്, ഇന്ത്യ എന്ന സഖ്യത്തെ പറ്റി കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തും എന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് അവർ പറയുന്നത്. വോട്ടർമാരുടെ കണക്കെടുത്തപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ സ്ത്രീ വോട്ടർമാരുടെ കണക്ക് കൂടുതലാണ്. അതും അവർക്ക് ആത്മവിശ്വാസം നൽകുന്നതാണെന്ന് പറയുന്നു. നിലവിൽ ചിട്ടയായ രീതിയിലാണ് AICC മുതൽ താഴെ തട്ടിൽ കിടക്കുന്ന കോൺഗ്രസുകാരുടെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ AICCയിൽ നിന്ന് വാർ റൂം ഉണ്ടാക്കുകയും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള കാര്യങ്ങളെല്ലാം വാർ റൂമിന്റെ നേതൃത്വത്തിൽ താഴെത്തട്ടിലുള്ള ബൂത്ത് പ്രസിഡന്റുമാരെയും ബ്ലോക്ക് ഏജന്റുമാരെയും AICCയുടെ വാർ റൂമിൽ നിന്നും 17 അംഗമുള്ള AICCയുടെ വാർ റൂമിൽ നിന്നും നേരിട്ട് ബന്ധപ്പെട്ട് അവരുമായി ചർച്ച നടത്തി എത്തരത്തിൽ കൃത്യമായ രീതിയിൽ തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ നടത്തണം എന്നതടക്കം നിരന്തരം അവരുമായി ബന്ധപ്പെടുവാൻ, നേരിട്ട് ബന്ധപ്പെടുവാൻ എല്ലാവരുടെയും മൊബൈൽ ഫോണുകളും അഡ്രസ്സും വാങ്ങിക്കഴിഞ്ഞു. അവരെ വിളിക്കുവാനും ആരംഭിച്ചിരിക്കുന്നു. ചിട്ടയായ രീതിയിൽ തന്നെയാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നടക്കുന്നത്. താഴെത്തട്ടിൽ വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരുടെയും ബൂത്ത് പ്രസിഡന്റുമാരുടെയും നമ്പരും അഡ്രസ്സും അടക്കം AICCയിൽ എത്തിക്കുവാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കേരള സംസ്ഥാനമടക്കം എല്ലായിടങ്ങളിലും മികച്ച രീതിയിൽ വിജയിച്ചു വരിക എന്ന ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് AICCയുടെ തന്ത്രങ്ങൾ. ഏതെങ്കിലും ലോക്സഭാ മണ്ഡലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന താക്കീത് നൽകിയിട്ടുണ്ട് AICC. അത് നിരീക്ഷിക്കുവാൻ ആളെയും നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് ഒരു വോട്ട് പോലും ചോർന്നു പോകാത്ത തരത്തിൽ കോൺഗ്രസ് വോട്ടുകളെ കൃത്യമായി ബാലറ്റിൽ എത്തിക്കുക എന്ന സൂക്ഷ്മതയോടുകൂടിയുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് AICCയുടെ വാർ റൂമിൽ ഒരുങ്ങുന്നതെന്ന സാരം. കേരളത്തിലും AICCയിലെ പോലെ KPCCയിൽ വാർ റൂം സജ്ജമായിട്ടുണ്ട്. M. ലിജുവിനാണ് വാർ റൂമിന്റെ നേതൃത്വം. ചിട്ടയായ രീതിയിൽ വാർ റൂം സജ്ജീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളും ഇത്തവണ പിടിച്ചെടുക്കുക എന്ന ഉറച്ച ബോധ്യത്തോടുകൂടി, ഉറച്ച തീരുമാനത്തോടു കൂടിയാണ് കോൺഗ്രസ് തങ്ങളുടെ ചുവടുവെപ്പുകൾ നടത്തുന്നത്. കഴിഞ്ഞ തവണ നഷ്ടമായ ആലപ്പുഴ കൂടി പിടിച്ചെടുക്കുവാൻ ശക്തനായ സ്ഥാനാർത്ഥിയെ ഉടൻ തീരുമാനിക്കും. കണ്ണൂരിൽ K. സുധാകരന് പകരം മറ്റൊരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനകോലുവിന്റെ ടീം മാനേജ്മെന്റിന്റെ ഭാഗമായി നിന്നിരുന്നവരായിരുന്നു ശശാങ്ക് പ്രകാശും അനുഷ പുല്ലയ്യയും. വാർ റൂമിന്റെ ഭാഗമായി, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ അക്രമങ്ങളെ, അഴിമതികളെ, കെടുകാര്യസ്ഥതയൊക്കെ ചൂണ്ടിക്കാണിക്കുവാനുള്ള സമരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വളരെ കാര്യമായി തന്നെ നോക്കിക്കാണുന്നുണ്ട്. 10 വർഷമായി അധികാരമില്ലാത്ത കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരേണ്ടത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വം വഹിക്കുന്ന കോൺഗ്രസിന് ഇന്ത്യ സഖ്യത്തിലുള്ള മറ്റ് പാർട്ടികളെക്കാൾ സീറ്റുകളും നേടേണ്ടതായുണ്ട്, ശക്തി പ്രകടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വാർ റൂമും AICCയുടെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും ചെറുതായി കാണുവാൻ സാധിക്കുന്നതല്ല. എന്തായാലും സർവേ ഫലങ്ങളെ അട്ടിമറിക്കും. ഇന്ത്യ സഖ്യം ഇവിടെ അധികാരത്തിൽ വരും. BJPയുടെ ഹിന്ദു കാർഡിനെയും രാമനെ ഉപയോഗിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളുമൊക്കെ കാറ്റിൽ പറത്തുമെന്ന് കോൺഗ്രസ് നേതാക്കന്മാർ അറിയിച്ചിട്ടുണ്ട്. മല്ലികാർജുന ഖാർഗെയുടെ നേതൃത്വത്തിൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ശക്തമായി നേരിടുവാനാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സർവേ ഫലത്തിൽ വന്നതുപോലെ ദക്ഷിണേന്ത്യയിലൊന്നും BJPക്ക് കാര്യമായ തേരോട്ടം ഉണ്ടാക്കുവാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് കോൺഗ്രസും മറ്റു പാർട്ടികളും വിശ്വസിക്കുന്നത്. തമിഴ്നാട്ടിലും കർണാടകയിലും കേരളത്തിലും അടക്കം
തെക്കൻ സംസ്ഥാനങ്ങളിൽ BJPയെ കാലുകുത്തിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് അതത് സംസ്ഥാനത്തെ ഭരണകക്ഷികൾ. കേരളത്തിലേക്ക് വരുമ്പോൾ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റുകളും നേടുക എന്ന ഉറച്ച തീരുമാനത്തോടു കൂടി പ്രവർത്തിക്കുന്ന കോൺഗ്രസ് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ, ഒരു സീറ്റിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയ ഇടതുപക്ഷം 15 സീറ്റിൽ CPM-നെയും 4 സീറ്റിൽ CPI-യെ മത്സരിപ്പിക്കുന്നു. വിജയസാധ്യത വളരെ കുറവുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലാണ് CPI മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തരായ സ്ഥാനാർത്ഥികളെ അവിടെ മത്സരിപ്പിക്കുവാനാണ് CPI-യുടെ തീരുമാനം. കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇപ്പോൾ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ കോട്ടയം സീറ്റ് അവർക്ക് തന്നെ നൽകുവാനാണ് സാധ്യതകൾ ഏറെ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM മത്സരിച്ച സീറ്റായിരുന്നു കോട്ടയം. ഇത്തവണ അവിടെ കേരള കോൺഗ്രസ് മത്സരിക്കും. തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുക CPM ആണെന്ന് മാത്രം. പക്ഷേ ഇന്ന് നടക്കുവാൻ പോകുന്ന സീറ്റ് വിഭജന ചർച്ചയിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം കോട്ടയവും ഇടുക്കിയും പത്തനംതിട്ടയും ചോദിക്കുവാനുള്ള സാധ്യതകളും ഏറെയാണ്. പക്ഷേ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വിജയിക്കുവാൻ സാധ്യതയുള്ള ഇടതുപക്ഷ MLA-മാരെയും മുതിർന്ന ഇടതുപക്ഷ നേതാക്കന്മാരെയും മത്സരിപ്പിക്കുവാനാണ് LDF-ന്റെ തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയപരമായ പുതിയ തീരുമാനങ്ങളും രാഷ്ട്രീയപരമായ പുതിയ തന്ത്രങ്ങളും ഇന്ത്യ സഖ്യത്തിനെ എത്രമേൽ ശക്തിപ്പെടുത്തുമെന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം പറയാൻ സാധിക്കുന്ന ഒന്നാണ്.